Good morning dear students. നമ്മൾ ഇന്ന് മൈക്കോപ്ലാസ്മയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. Mycoplasmas, they are the smallest of living organisms capable of independent reproduction. അപ്പം ഏറ്റവും ചെറിയ ലൈഫ് ഫോമായിട്ട് നമ്മൾ കരുതുന്നത് മൈക്കോപ്ലാസ്മയാണ്. നമുക്കറിയാം വൈറസ് മൈക്കോപ്ലാസ്മയെക്കാളും ചെറുതാണ്. പക്ഷെ നമ്മൾക്ക് വൈറസിന് എപ്പോഴും ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നൊരു കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് റീപ്രൊഡക്ഷൻ കേപ്പബിൾ ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൈക്കോപ്ലാസ്മയാണ്. വൈറസിനെ പോലെ തന്നെ ദേ ആർ ഇൻട്രാസെല്ലുലാർ പതോജൻസ്, സെല്ലിനകത്തിലെ പതോജൻസ് ആണ്. അതുപോലെ വൈറസിനെ പോലെ തന്നെ സ്വന്തമായിട്ട് ന്യൂക്ലിയോടൈഡ് സിന്തസൈസിന് വേണ്ടിയുള്ള ബയോകെമിക്കൽ പാത്വേസും മെക്കാനിസം ഒന്നും തന്നെ ഇല്ല. സോ ദേ ഡിപ്പെൻഡ് ഓൺ ഹോസ്റ്റ് ഫോർ ദിസ് മെക്കാനിസം. അതുപോലെ തന്നെ വൈറസുമായിട്ട് ഈ മൈക്കോപ്ലാസ്മ ഒത്തിരി 3 കാര്യത്തിൽ ഡിഫർ ചെയ്യുന്നുണ്ട്, വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ദിസ് മൈക്കോപ്ലാസ്മ പൊസസ് എ പ്ലാസ്മ മെമ്പറൈൻ. വൈറസിന് നമുക്കറിയാം പ്ലാസ്മ മെമ്പറൈൻ ഒന്നുമില്ല, എന്നാൽ മൈക്കോപ്ലാസ്മയിൽ പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള മെഷീനറി ഉണ്ട്. വൈറസ് ന്യൂക്ലിയോടൈഡും പ്രോട്ടീൻ സിന്തസിസിനും വേണ്ടി ഹോസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ വൈറസിന് ബൈനറി ഫിഷൻ വഴിയൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം മൈക്കോപ്ലാസ്മയ്ക്ക് ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ബാക്ടീരിയയെ പോലെ തന്നെ ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹ്യൂമൻ ബീങ്സിനെ അഫക്റ്റ് ചെയ്തിട്ട് പല ഡിസീസും കോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൈക്കോപ്ലാസ്മ ആക്ച്വലി ദ ബാക്ടീരിയ, അതുകൊണ്ട് നമ്മൾ ബാക്ടീരിയ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മൈക്കോപ്ലാസ്മ ആർ ബാക്ടീരിയ ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റീപ്രൊഡക്ഷൻ. They are intracellular pathogens that can cause various type of diseases in humans, and they differ from virus in having a plasma membrane and protein synthetic apparatus, and as well as they can reproduce by binary fission. Next is features of mycoplasma. മൈക്കോപ്ലാസ്മ എന്ന് പറയുമ്പോൾ G+C കണ്ടൻറ്റ് കുറവുള്ള ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള അനേറോബിക് ബാക്ടീരിയ ആണ്. അവർക്കൊരു സോളിഡായിട്ടുള്ള സെൽ വോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല ഷേപ്പിലും എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്ലിയോമോർഫിസം കാണിക്കുന്നു. പ്ലിയോമോർഫിസം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ടൊരു ഷേപ്പില്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പ് അറ്റൈൻ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പ്ലിയോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് റോഡ് ഷേപ്പിലും സ്പെറിക്കൽ, ഫിലമെൻറ്റസ്, അങ്ങനെ പല ഷേപ്പുകളും സോളിഡ് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അറ്റൈൻ ചെയ്യുന്നു. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 2.8 തൊട്ട് 4.8 മൈക്രോമീറ്റർ വരെയാണ്. പിന്നെ അതിൻ്റെ പ്ലാസ്മ മെമ്പറിൽ ഒത്തിരി സ്റ്റിറോയിഡ്സിൻ്റെ ഡെപ്പോസിഷനുണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൊളസ്ട്രോളാണ്. ഇനി പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, അതാണ് PPLO എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൈക്കോപ്ലാസ്മയുടെ മറ്റൊരു പേരാണ് PPLO എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് 1898 ഫ്രാൻസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരാണ്. അപ്പോൾ അവർ കാറ്റിൽസിൽ നിന്നാണ് മൈക്കോപ്ലാസ്മ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പം ആ മൈക്കോപ്ലാസ്മ ഐസൊലേറ്റ് ചെയ്തപ്പോൾ അതിനൊരു ഫംഗൽ ലൈക്ക് അപ്പിയറൻസ് ആയിരുന്നു. ഫംഗസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ്, മൈസീലിയ അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രക്ചറാണത് കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫംഗയാണെന്ന് കരുതി ഈ മൈക്കോപ്ലാസ്മ എന്നുള്ള പേരിട്ടു. മൈക്കോ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഫംഗസ് എന്നാണ്. മൈക്കോളജി സ്റ്റഡി ഓഫ് ഫംഗയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മൈക്കോപ്ലാസ്മ എന്നുള്ള പേര് ഈ ബാക്ടീരിയയ്ക്ക് വന്നത്. അപ്പം മൈക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഫംഗസിൻ്റെ കൂട്ട് തോന്നിച്ചത് കൊണ്ടാണ് അതിനെ ആ മൈക്കോ എന്നുള്ള പേരിട്ടത്. പിന്നീട് അതിനെ ഹ്യൂമൻ ബീങ്സിൻ്റെ മുറിവുകളിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് മനുഷ്യരിൽ ന്യൂമോണിയ കോസ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാക്ടീരിയ ഹ്യൂമൻസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അല്ലെങ്കിൽ PPLO എന്നായിരുന്നു വിളിച്ചത്. കാരണം ന്യൂമോണിയ കോസ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മൾ മൈക്കോപ്ലാസ്മയെ വിളിച്ചിരുന്നത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഓഫ് PPLO എന്നാണ്. ഇനി ബെർഗീസ് സിസ്റ്റം ഓഫ് ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഈ നമ്മുടെ മൈക്കോപ്ലാസ്മയെ നമ്മൾ ഫൈലം മൊള്ളിക്യൂട്സിലാണ് പെടുത്തിയിരിക്കുന്നത്. ഫൈലം മൊള്ളിക്യൂട്സ് എന്ന് പറയുന്ന ഫൈലത്തിലെ മെമ്പറാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പം മൈക്കോപ്ലാസ്മ ആദ്യമായിട്ട് കാറ്റിൽസിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. അപ്പോൾ അതിനൊരു ഫംഗൽ സ്ട്രക്ചറിൻ്റെ അപ്പിയറൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ പേരിൽ മൈക്കോപ്ലാസ്മ എന്നാക്കി. പിന്നീട് അത് ഹ്യൂമൻസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ ന്യൂമോണിയ കോസ് ചെയ്യുമെന്നുള്ള കണ്ടെത്തൽ കൊണ്ട് അതിനെ
PPLO എന്ന് വിളിച്ചു, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് എന്ന് വിളിച്ചു. ബെർഗീസ് മാനുവലിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ മൈക്കോപ്ലാസ്മയെ ഫൈലം ഒള്ളിക്യൂട്ട്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ആൻഡ് പതോജനസിസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞ ഒരു ഇൻട്രാസെല്ലുലർ പതോജനാണ്. ന്യൂമോണിയ പോലെയുള്ള ഡിസീസുകൾ കോസ് ചെയ്യാൻ കഴിവുള്ള ഒരു പതോജനിക് ബാക്ടീരിയയാണ്. അപ്പം ഇത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്നുള്ള കോണ്ടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ എയറിൽ കൂടെ എന്ന് വെച്ചാൽ അയാളുടെ എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് വഴിയോ, അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലേ, അപ്പം നമുക്കറിയാം ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന രോഗമാണ്, ലങ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അപ്പം അയാളുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴിയോ അല്ലെങ്കിൽ കോണ്ടാക്ട്സ് വഴിയോ ആണ് ഈ പതോജൻ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ദേ എൻ്റർ ദ സെൽ ബൈ അറ്റാച്ചിങ് ദ മെമ്പറൈൻ ഓഫ് ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിൻ്റെ സെൽ മെമ്പറൈൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് കടക്കുന്നത്. അപ്പം വൺസ് ദേ ഗെറ്റ് എൻട്രി ഇൻ ടു ദി എപ്പിത്തീരിയൽ സെൽ, ദേ വിൽ അറ്റാച്ച് ടു ദി മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ഓഫ് ദി എപ്പിത്തീരിയൽ സെൽ. എപ്പിത്തീരിയൽ സെൽസിൻ്റെ മെംബ്രെയിൻ സർഫസിലേക്ക് അത് അറ്റാച്ച് ചെയ്യുന്നു. ഇറ്റ് ഇൻഡ്യൂസസ് ടു ഫോം ഫാഗോസോംസ്. എന്നിട്ട് ഫാഗോസോംസ് ഫോർമേഷനെ അത് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഫാഗോസോം എലോങ് വിത്ത് ദ ബാക്ടീരിയ ഈസ് ദൻ ഇൻറ്റേർണലൈസ്ഡ് ബൈ ദ നോർമൽ സെല്ലുലാർ പ്രോസസ്. അപ്പോൾ ഫാഗോസോം ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫാഗോസൈറ്റിക് സെല്ല് വന്നിട്ട് അതിനെ വിഴുങ്ങുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് ഫാഗോസോം എന്ന് പറയുന്നത്. മാക്രോഫേജസോ അല്ലെങ്കിൽ ന്യൂട്രോഫിൽസോ പോലെയുള്ള സെൽസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ മൈക്കോപ്ലാസ്മയെ വിഴുങ്ങി ഫാഗോസോം ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ ഫാഗോസോംസിനെ എന്ത് ചെയ്യുന്നു, സെൽ അകത്തേക്ക് വിഴുങ്ങുന്നു. പക്ഷേ ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഇത് റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്താൽ ലൈറ്റിക് എൻസൈംസിന് ഇതിനെ ആക്ട് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ആ ലൈറ്റിക് മെക്കാനിസത്തിൽ നിന്നും അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് മെക്കാനിസത്തിൽ നിന്നും ഇത് എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡൈജഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഈ എന്താണ് ഈ ആൻറ്റിജൻ അല്ലെങ്കിൽ ഈ ഒരു മൈക്കോപ്ലാസ്മയ്ക്ക് യാതൊരു കേടുപാട് സംഭവിക്കാണ്ട് അങ്ങനെ തന്നെ അത് നിലനിൽക്കുന്നു. എന്നിട്ട് ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തിൽ വെച്ചിട്ട് അത് ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒത്തിരിയേറെ മൈക്കോപ്ലാസ്മ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. ആ മൈക്കോപ്ലാസ്മ കുഞ്ഞുങ്ങൾ ഒന്നുകിൽ ബഡ്ഡിങ് വഴി അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് സെൽസ് പൊട്ടിച്ച് പുറത്തേക്ക് കടക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് പതോജനസിസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ നിന്നും എയറോസോൾ ഡ്രോപ്ലെറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വഴിയോ അത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിലേക്ക് എത്തുന്നു. ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി ഇൻഡിവിജ്വൽ ട്രാൻസ്മിഷൻ അങ്ങനെയാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പിത്തീരിയൽ സെല്ലിൻ്റെ സർഫസിൽ വന്ന് കോണ്ടാക്റ്റിൽ വരികയും ഫാഗോസോം കോംപ്ലക്സ് ഫോം ചെയ്യുകയും ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലൈറ്റിക് എൻസൈംസിൻ്റെ ഡൈജഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ധാരാളം മൈക്കോപ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ആ മൈക്കോപ്ലാസ്മ ആ ഒരു സെല്ലിൽ നിന്നും ഒന്നുകിൽ ബഡ്ഡിങ് വഴി അല്ലെങ്കിൽ ആ സെല്ല് റപ്ചർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. നെക്സ്റ്റ് ഈസ് വിറുലൻസ് ഓഫ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മ ഇൻട്രാസെല്ലുലർ ആയതുകൊണ്ട് തന്നെ അതിനെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത് നമ്മുടെ വൈറസിൻ്റെ കൂട്ട് തന്നെയാണ്, സെല്ലിന് അകത്താണ്. അതുകൊണ്ട് തന്നെ സെല്ലിന് പുറത്തുള്ള ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്കൊന്നും അതിനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലൈറ്റിക് എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്നും അത് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് സെൽ വോൾ ഇല്ലാത്തത് കാരണം സാധാരണ നമ്മൾ ബാക്ടീരിയ കില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പെൻസിലിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ് നമുക്കിതിനെ ഇതിനെ കില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പെൻസിലിൻ പോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയയുടെ സെൽ വോൾ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു എടുത്ത് പറയത്തക്ക ഒരു സെൽ വോൾ സ്ട്രക്ചർ ഇല്ലാത്തത് മൂലം പെൻസിലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിന് ഈ ബാക്ടീരിയയ്ക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടാവത്തില്ല. കാരണം പെൻസിലിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത് സെൽ വോൾ സിന്തസിസിന്. ഇതിന് സെൽ വോൾ ഇല്ലെങ്കിലും അല്ലെങ്കിൽ സെൽ വോൾ തന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസമാണ്. അതുകൊണ്ട് ഇതിനെ കില്ല് ചെയ്യാനായിട്ട് നമ്മൾ മറ്റുള്ള ആൻറ്റിബയോട്ടിക്സ് ഒക്കെയാണ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കോമൺ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കൊണ്ടൊന്നും ഈ മൈക്കോപ്ലാസ്മയുടെ രോഗം അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മയെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്
പറ്റാണ്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മൈക്കോപ്ലാസ്മയ്ക്ക് ഒരു ഹോസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ ഒത്തിരി നാൾ എന്താണ് ജീവിക്കാനായിട്ട് അതിന് പറ്റുന്നു. അങ്ങനെ ക്രോണിക്കായിട്ടുള്ള ഒരു ലോങ് ടേം ഇൻഫെക്ഷന് കാരണമാകാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ ഒന്ന് കയറിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആ ശരീരത്തു നിന്ന് ആ ഹോസ്റ്റിൽ നിന്നും അത് വിട്ടു പോകത്തില്ല. പക്ഷേ ഈ മൈക്കോപ്ലാസ്മ ഉണ്ടാക്കുന്ന ഡിസീസുകളൊന്നും വലിയ ഫെയ്റ്റൽ ആവാറില്ല. പക്ഷേ എന്നാലും അത് സെക്കൻഡറി ഇൻഫെക്ഷൻസിനൊക്കെ നയിക്കാനായിട്ടുള്ള കഴിവുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി പതോജനായിട്ട് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇയാൾ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാക്കിയിട്ട് മറ്റ് പതോജൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്കൻഡറി റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി അൺഎക്സ്പെക്റ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ മൈക്കോപ്ലാസ്മയ്ക്ക് കഴിയും. മൈക്കോപ്ലാസ്മ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് അത്ര ഫെയ്റ്റലായിട്ട് മാറാറില്ല, ലൈഫ് ത്രെറ്റനിങ് ഒന്നും ആകാറില്ല. അപ്പോൾ മൈക്കോപ്ലാസ്മയുടെ വിറുലൻസിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിന് ആ ഒരു ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ കബളിപ്പിക്കാനുള്ള കഴിവ്, അതിനെ എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവ്, ലൈറ്റിക് എൻസൈം ആക്ടിവിറ്റി എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവ്, സെൽ വാൾ ഇല്ലാത്തതുകൊണ്ട് കോമൺലി യൂസ്ഡ് ആൻറ്റിബയോട്ടിക്സിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മൈക്കോപ്ലാസ്മയ്ക്ക് ലോങ് ടേം ഇൻഫെക്ഷൻസിന് പോസിബിൾ ആവുന്നു. അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ഒന്നും ഫേറ്റൽ അല്ലെങ്കിൽ പോലും മറ്റുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മൈക്കോപ്ലാസ്മയ്ക്ക് കഴിവുണ്ട്. നെക്സ്റ്റ് ഈസ് പതോജനിക് സ്പീഷീസ് ഓഫ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മയിൽ ഏറ്റവും പതോജനിക് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസാണ് പറയുന്നത്. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം, മൈക്കോപ്ലാസ്മ ഹൊമിനിസ് ആൻഡ് മൈക്കോപ്ലാസ്മ സലൈവാരിയം ആൻഡ് യൂറിയോപ്ലാസ്മ യൂറിയാലിറ്റിക്കം. അപ്പം ഇത്രയും സ്പീഷീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഓരോ സ്പീഷീസിനെ നമുക്ക് കണ്ടുപഠിക്കാം. ആദ്യത്തേത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ആ പേരിൽ തന്നെ ഉണ്ട്. ന്യൂമോണിയ കോസിങ് മൈക്കോപ്ലാസ്മയാണ്. അത് നമ്മുടെ ന്യൂമോണിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിലായിരിക്കും ഇത് കോളനി ഫോം ചെയ്യുന്നത്. അങ്ങനെ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്നു. ചില സമയം ബ്രോങ്കൈറ്റിസ് കടുത്തിട്ട് ന്യൂമോണിയയിലേക്ക് മാറാറുണ്ട്. They are found outside the respiratory organs such as urinary tract, meninges, cerebrospinal fluid and cardiac tissue. ചില സമയത്ത് ഇത് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിനെ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ യൂറിനറി ട്രാക്റ്റിനെ, അതുപോലെ മെനിഞ്ചസ് ബ്രെയിനിനെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ, കാർഡിയാക് ടിഷ്യൂസിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. സച്ച് ഇൻഫെക്ഷൻസ് ഓൾസോ ലീഡ് ടു non-pulmonary manifestations and clinical observations which are not immediately traced of മൈക്കോപ്ലാസ്മ ന്യൂമോണിയ. അപ്പം ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ്, അതായത് മെയിൻ ഓർഗനെ വിട്ടിട്ട് അത് മറ്റുള്ള ഓർഗൻസിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നേയില്ല. പൾമോണറിക്കായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഊഹിക്കത്തില്ല ഇത് മൈക്കോപ്ലാസ്മ. ഇപ്പോൾ ന്യൂമോണിയ വരുവാണെങ്കിൽ നമ്മൾ മൈക്കോപ്ലാസ്മ ആണോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ നടത്തും. പക്ഷേ അല്ലാതെ ഇതൊരു കാർഡിയാക് ടിഷ്യൂസിനെ ബാധിക്കുക അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ, മെനിഞ്ചസിനെയൊക്കെ ബാധിച്ചാൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ നമ്മൾ സൂചന പോലും കാണത്തില്ല ഇത് മൈക്കോപ്ലാസ്മ മൂലം ഉണ്ടാകുന്നതാണെന്ന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് അതിനനുസരിച്ച് വൈകും. ഹെൻസ് ദ പതോജൻ ഈസ് ഓൾസോ നെയിംഡ് ആസ് സ്റ്റീൽത്ത് പതോജൻ. അതുകൊണ്ട് ഈ പതോജനെ നമ്മൾ സ്റ്റീൽത്ത് പതോജൻ എന്നും പറയും. കാരണം മെയിൻ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഓർഗനെ വിട്ടിട്ട് മറ്റ് പല ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും പെട്ടെന്ന് നമുക്കതിനെ തിരിച്ചറിയാൻ പ്രയാസമുള്ളത് കൊണ്ടും നമ്മളിതിനെ സ്റ്റീൽത്ത് പതോജൻ എന്ന് വിളിക്കാറുണ്ട്. The lack of cell wall around them make them resistant to antibiotics such as penicillin. So antibiotics like kanamycin is used to treat the infection. അപ്പം കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് പെൻസിലിനൊക്കെ ഇന്നെഫക്റ്റീവ് ആണ്. അതുകൊണ്ട് കാനാമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ മൈക്കോപ്ലാസ്മ ന്യൂമോണിയയെ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്കോപ്ലാസ്മ ന്യൂമോണിയയുടെ പ്രത്യേകത അത് മ്യൂക്കോസൽ ലൈനിങ്ങിലാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിൽ ഫോം ചെയ്തിട്ടാണ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രോങ്കൈറ്റിസ് ആണ് മിക്കവാറും കോസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ന്യൂമോണിയയിലേക്കും പോകാം. ചില കേസിൽ മൈക്കോപ്ലാസ്മ റെസ്പിറേറ്ററി ഓർഗൻസിനെ വിട്ടിട്ട് ബോഡിയുടെ മറ്റ് ടിഷ്യൂസിലേക്ക് പോകാം. കാർഡിയാക് ടിഷ്യൂസിനെ, മെനിഞ്ചസിനെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാൻ, യൂറിനറി ട്രാക്റ്റിനെയൊക്കെ ഇൻഫെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മളൊരു സ്റ്റീൽത്ത് പതോജൻ എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ഇതിനെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടും ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്തതുകൊണ്ടുമാണ് നമ്മളങ്ങനെ വിളിക്കുന്നത്
സെൽ വാൾ ഇല്ലാത്തത് കാരണം പെൻസിലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്സിന് പകരം കാനാമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ് വെച്ച് വേണം ഇതിൻ്റെ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഈസ് ഇൻഫെക്ഷൻ ഓഫ് യൂറിനറി ട്രാക്ട്. യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ്, അതങ്ങനെ ഉണ്ടാക്കുന്നത് മൈക്കോപ്ലാസ്മ ഹോമിനിസും മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം ആൻഡ് യൂറിയാലിറ്റിക്കും. അപ്പോൾ ഈ 3 മൈക്കോപ്ലാസ്മയാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് കാരണമാകുന്നത്. മൈക്കോപ്ലാസ്മ ഹോമിനിസ്, മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം ആൻഡ് യൂറിയാലിറ്റിക്കും. They infect urinary tract and is responsible for the inflammation of urethra. യൂറിത്രയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണക്കാർ ഇവരാണ്. അപ്പം ഇത് വിമനിൽ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമനിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് മൈക്കോപ്ലാസ്മ ഉണ്ടാക്കിയാൽ അബോർഷൻസിനത് കാരണമാകും. അപ്പം മൈക്കോപ്ലാസ്മ ഹോമിനിസും ജെനിറ്റാലിയവും യൂറിയാലിറ്റിക്കുമാണ് എന്താണ് യൂറിനറി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ കാരണമായിട്ടുള്ള മൈക്കോപ്ലാസ്മ. നെക്സ്റ്റ് ഈസ് മൈക്കോപ്ലാസ്മ സലൈവാരിയം. മൈക്കോപ്ലാസ്മ സലൈവാരിയത്തിൻ്റെ പ്രത്യേകത അത് വാക്കിൽ തന്നെ ഉണ്ട്, സലൈവാറ്റിസ് റിലേറ്റഡ് ടു അവർ ഓറൽ ക്യാവിറ്റി. അപ്പം ഡെൻ്റൽ ഡിസീസ് ഉണ്ടാക്കുന്നതാണ്. ഡെൻ്റൽ ഡിസീസ് കാരണക്കാരനാണ് മൈക്കോപ്ലാസ്മ സലൈവാരിയം. ഗം ഇൻഫെക്ഷൻസ്, മോണരോഗങ്ങൾ, ജിഞ്ചിവിറ്റിസ്, അതുപോലെ ഡെൻ്റൽ ക്യാരീസ് ആൻഡ് ക്യാവിറ്റീസ്, പല്ലിന് പൂടും പല്ലിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ സലൈവാരിയം. അപ്പോൾ മൈക്കോപ്ലാസ്മ സലൈവാരിയം, ഡെൻ്റൽ ഡിസീസ്, ഗം ഇൻഫെക്ഷൻസ്, ജിഞ്ചിവിറ്റിസ്, അതുപോലെ ഡെൻ്റൽ ക്യാരീസ് ആൻഡ് ക്യാവിറ്റീസ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ സലൈവാരിയം. നെക്സ്റ്റ് ഈസ് മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം. Mycoplasma genitalium. The genome of Mycoplasma genitalium is considered as the smallest among the mycoplasma. മൈക്കോപ്ലാസ്മകളിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ജീനോം എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയത്തിന്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഗാനിസത്തിൽ ഏറ്റവും സ്മോളസ്റ്റ് മൈക്കോപ്ലാസ്മയാണ്. മൈക്കോപ്ലാസ്മയിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയമാണ്. അത് അതിൻ്റെ ഏകദേശം 5,80,000 ന്യൂക്ലിയോടൈഡ്സ് മാത്രമേ അതിനുള്ളൂ. നമുക്കത് അത്രയും ന്യൂക്ലിയോടൈഡ്സ് മാത്രമുള്ള ഒരു ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ആർട്ടിഫിഷ്യലായിട്ട് ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ സിന്തസൈസ് ചെയ്ത് എടുത്തിട്ട് അത് ഒരു ഹോസ്റ്റ് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്തിട്ട് ആ ഹോസ്റ്റ് സെല്ലിനുള്ളിൽ വെച്ച് അത് ഡിവൈഡ് ചെയ്യിച്ചു. അങ്ങനെ നമ്മളതിനെ ആർട്ടിഫിഷ്യലി പ്രൊപ്പഗേറ്റ് ചെയ്തു. അപ്പം മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം ചെറുതായതുകൊണ്ട് തന്നെ ന്യൂക്ലിയോടൈഡ്സിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മളതിനെ ലാബിൽ ആർട്ടിഫിഷ്യലി ഈ ഒരു മൈക്കോപ്ലാസ്മയെ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ മൈക്കോപ്ലാസ്മയെ നമ്മൾ ഡിവൈഡ് ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത മൈക്കോപ്ലാസ്മയെ നമ്മൾ മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം എന്നല്ല പറയുന്നത്, മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം എന്നാണ് പറയുന്നത്. മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം. അപ്പോൾ മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം ഈസ് എ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് മൈക്കോപ്ലാസ്മ സെൽ. ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം എന്ന് പറയുന്നത്. അപ്പം മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മൈക്കോപ്ലാസ്മയാണ്. ഏകദേശം 5,80,000 ന്യൂക്ലിയോടൈഡ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആർട്ടിഫിഷ്യലി ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ സിന്തസൈസ് ചെയ്ത മൈക്കോപ്ലാസ്മയെ നമ്മൾ മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം എന്നല്ല പറഞ്ഞ് മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയാണ് മൈക്കോപ്ലാസ്മ. അപ്പോൾ മൈക്കോപ്ലാസ്മ മെയിനായിട്ടും ഉണ്ടാക്കുന്നത് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ, പിന്നെ അനസ്റ്റീൽത്ത് പതോജൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ മൈക്കോപ്ലാസ്മ ഹോമിനിസും മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയും യൂറിയാലിറ്റിക്കും ഒക്കെ ഉണ്ടാക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ മൈക്കോപ്ലാസ്മ സലേവിയാരം ഉണ്ടാക്കുന്ന ഡെൻ്റൽ ക്യാരീസ്, അതുപോലെ ഗം ഇൻഫെക്ഷൻസ്, ജിഞ്ചിവിറ്റീസും ഒക്കെ. അത് ലാസ്റ്റ് മൈക്കോപ്ലാസ്മ ജെനിറ്റാലിയം, അത് ഡിസീസ് ഒന്നും കോസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള മൈക്കോപ്ലാസ്മയാണ്. അതിൽ ലബോറട്ടറി സിന്തസൈസ് ചെയ്തപ്പോൾ നമ്മളതിനെ മൈക്കോപ്ലാസ്മ ലബോറട്ടോറിയം എന്ന് പറയും. ഓക്കെ, താങ്ക് യു.